ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. നമ്മളിത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, പിന്നെ ഇഞ്ചി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വടയ്ക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൂടി ഇടുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ബോയിലാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഫ്ലെയിം അങ്ങ് ലോ ആക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ. പിന്നെ ഏകദേശം കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ചെറിയൊരു നനവോടുകൂടി വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, എന്നാലേ നമുക്കത് നല്ലപോലെ ഉരുട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വടയുടെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 10 എണ്ണം, ഒരു മീഡിയം സൈസിലൊരു 10 എണ്ണം നമുക്കിതുകൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. ഏകദേശം ഞാനിവിടെ ഒരു 10 എണ്ണം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നാക്കിയിട്ട് വറുത്ത് എടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചും എല്ലാം ഇട്ട് വറക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രൗൺ കളറ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയും നമുക്ക് വറുത്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, നല്ല ക്രിസ്പിയാണ്. നമ്മുടെ സാധാരണ വട പോലെ അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.